Hello, welcome to Computer Science Hub. Subject Android Programming, and this is the part second video of our menu programs. Okay, so starting video, what is menu? Different types of menu. Actually, three main types of menu: option menu, context menu, and pop-up menu, and how to create that menu. ഇത്രയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ കുറച്ച് സബ് ടോപ്പിക്സ് ആണ്. ഹൗ ടു റെസ്പോണ്ട് ടു മെനു ഐറ്റംസ്. നമ്മൾ ഓൾറെഡി മെനു പാർട്ട് വണ്ണിൽ ജസ്റ്റ് അത് മെൻഷൻ ചെയ്തൊക്കെ തന്നെയാണ്. ഓപ്ഷൻ ഐറ്റം, ഓൺ ഓപ്ഷൻ ഐറ്റം ക്ലിക്ക്, ദെൻ ലിസണേഴ്സ്, അതുമെല്ലാം. Then responding to menus, then about some icon menu, what is icon menu, what is sub menu, what is dynamic menu. കുറച്ച് കുട്ടി കുട്ടി ടോപ്പിക്സ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Responding to menu items. There are multiple ways of responding to menu item click in Android. സോ നമ്മളിപ്പോൾ ഒരു മെനു ക്രിയേറ്റ് ചെയ്തു അല്ലേ, ഓൺ ക്രിയേറ്റ് ഓപ്ഷൻ മെനു, ഓൺ ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് മെനു, അങ്ങനെ എല്ലാം മെനു ക്രിയേറ്റ് ചെയ്തു. നമ്മൾ മെനുവിൽ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഒരു പെർട്ടിക്കുലർ ആക്ഷൻ ടു ബി ഹാപ്പൻ, റൈറ്റ്? അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ എന്താണ് ആക്ഷൻ എന്ന് സ്പെസിഫൈ ചെയ്യാനാണ് നമ്മൾ ആ മെനുവിൻ്റെ ക്ലിക്ക് അല്ലേ. ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ വരണം. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോണ്ടിങ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ മെനു ഐറ്റം ക്ലിക്കിന് റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ദർ ആർ മൾട്ടിപ്പിൾ വേസ്. ആക്ച്വലി ദർ ആർ ത്രീ മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ഇസ് ദ യൂസ് ദ ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്ടഡ് മെത്തേഡ് ഓഫ് ദ ആക്ടിവിറ്റി ക്ലാസ്. നമ്മൾ ആക്ടിവിറ്റി ക്ലാസ്സിൽ ഓൺ ഓപ്ഷൻ ഐറ്റം മെത്തേഡ് ഉണ്ട്. ഓൺ ഓപ്ഷൻ ഐറ്റം സെലക്ടഡ് അത് ഓവർ റൈഡ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാം. നെക്സ്റ്റ് അതല്ലെങ്കിൽ യൂസ് സ്റ്റാൻഡ് അലോൺ ലിസണർ. അത് നമുക്ക് ഐറ്റം ക്ലിക്ക് ലിസണേഴ്സ് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ തേർഡ് മെത്തേഡാണ് ഇൻറ്റൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് വാട്ട് ഇസ് ദിസ് എന്നുള്ളത് മാത്രം നോക്കാൻ പോവാണ്. റെസ്പോണ്ടിങ് ടു മെനു ഐറ്റംസ് ത്രൂ ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്ടഡ്. സോ ഈ മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നെല്ലാം പ്രോഗ്രാം കോഡിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. When a menu item is clicked, Android calls the on option item selected callback method on the activity class. സിഗ്നേച്ചർ ആൻഡ് ബോഡി ഓഫ് ദ ഓൺ ഓപ്ഷൻ ഐറ്റം സെലക്ടഡ് ഇങ്ങനെയാണ് ഇരിക്കുക. പബ്ലിക് ബൂളിയൻ ഓൺ ഓപ്ഷൻ ഐറ്റം ഓവർറൈഡ് ചെയ്യണം, കാരണം ഓൾറെഡി ഉള്ള ക്ലാസ് ആണല്ലോ, ആക്ടിവിറ്റി ക്ലാസ്സിന് ഓൾറെഡി ഉള്ള മെത്തേഡാണത്. ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്ടഡ് മെനു ഐറ്റം ദെൻ നമുക്ക് അതിൽ ഐറ്റം ഡോട്ട് ഗെറ്റ് ഐ ഡി ഇതിൻ്റെ ഒബ്ജക്റ്റ് ആണ്, മെനു ഐറ്റത്തിൻ്റെ ഒബ്ജക്റ്റ് ആണ്. ഐറ്റം ഡോട്ട് ഗെറ്റ് ഐ ഡി കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഐറ്റത്തിൻ്റെ ഐ ഡി കിട്ടും. ദെൻ അപ്പം നമ്മൾ സേവ് ആണ് ക്ലിക്ക് ചെയ്തതെന്ന് വെച്ചാൽ സേവ് പെർഫോം ചെയ്യുക, ഡിലീറ്റ് ആണ് ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ ഡിലീറ്റ് പെർഫോം ചെയ്യുക, കോപ്പി ആണ് ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ കോപ്പി. അങ്ങനെ ഓരോ ഐറ്റത്തിനും പെർട്ടിക്കുലർ ആക്ഷൻ ഉണ്ടാവുമല്ലോ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ വരുന്നത്. ഇപ്പോൾ സ്വിച്ച് ചെയ്യുന്നു ഐറ്റം ഡോട്ട് ഗെറ്റ് ഐറ്റം ഐ ഡി. നമ്മൾ പെർട്ടിക്കുലർ ഓരോ ഐറ്റത്തിനും ഓരോ ടാസ്ക് കൊടുക്കും. അങ്ങനെയാണ് ലാസ്റ്റ് ഇതൊന്നും, അതായത് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തത് ഈ ഒറ്റ ഐറ്റവും അല്ലെങ്കിൽ ഈ ഒരൊറ്റ ഐറ്റവുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൂപ്പർ ഫംഗ്ഷൻ കോൾ ചെയ്യും. റിട്ടേൺ സൂപ്പർ ഡോട്ട് ഓൺ ഓപ്ഷൻ ഐറ്റം സെലക്ടഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രക്ചർ കേട്ടോ. റെസ്പോണ്ടിങ് ടു മെനു ഐറ്റംസ് ത്രൂ ലിസണേഴ്സ്. ഇപ്പോൾ ലിസണേഴ്സ് നമ്മൾ നോർമലി ഒരു ഫംഗ്ഷനിൽ ലിസണേഴ്സ് വെക്കുന്ന പോലെ തന്നെയാണ് മെനു ഐറ്റത്തിൻ്റെ ലിസണേഴ്സും. നമ്മൾ ആദ്യം ഈ ലിസണർ ഇൻ്റർഫേസ് കൊടുക്കും. ദെൻ അതിനകത്ത് നമ്മൾ നോർമൽ ഫംഗ്ഷൻ എങ്ങനെയാണ് ഓൺ ക്ലിക്ക് ആണ് നമ്മൾ ചെയ്യാറ് അല്ലേ. ഓൺ ക്ലിക്ക് ഫംഗ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തെ എന്താണ് ആക്ഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് മെനു ഐറ്റംസിലും വരുന്നത്. എ മെനു ഐറ്റം അലൗസ് ടു രജിസ്റ്റർ എ ലിസണർ that could be used as a callback. This approach is a two-step process. First step, implement the on menu item click listener interface. Then, take an instance of this implementation and pass it to the menu item. When the menu item is clicked, the menu item calls the on menu item click method of the on menu item click listener interface. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞത്, രണ്ടും സ്റ്റെപ്പാന്ന് പറഞ്ഞു അല്ലേ. ആദ്യം ആ ഒരു ഇൻ്റർഫേസ് ഏതാ, ഓൺ മെനു ഐറ്റം ക്ലിക്ക് ലിസണർ. നമ്മൾ ഓൺ ക്ലിക്ക് ലിസണർ എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഓൺ മെനു ഐറ്റം ക്ലിക്ക് ലിസണർ ഇൻ്റർഫേസ് ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻ്റർഫേസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് എടുത്തിട്ട് മെനുവിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെനു ഐറ്റം കോൾ ചെയ്യും ഓൺ മെനു ഐറ്റം ക്ലിക്ക് എന്നുള്ള ഫംഗ്ഷൻ. അതായത് ലിസണറിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടാവും. സോ ഈ മെത്തേഡിനെ കോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1. സോ ഒരു ക്ലാസ് നെയിം ഒരു ഡെമോ ക്ലാസ് നെയിമാണ് മൈ റെസ്പോൺസ്. പബ്ലിക് ക്ലാസ് മൈ റെസ്പോൺസ് ഇംപ്ലിമെൻറ്റ്സ് ഓൺ മെനു ഐറ്റം ക്ലിക്ക് ലിസണർ.
ദെൻ ഇതിനകത്താണ് നമ്മൾ ലോക്കൽ വേരിയബിൾസ് എന്തൊക്കെയാണെന്ന് ചെയ്യുന്നു. അതുപോലെ ഈ ലിസണറിന്റെ ഉള്ളിലാണ് ഈ ഫംഗ്ഷൻ ഓൺ മെനു ഐറ്റം ക്ലിക്ക് എന്നുള്ള ഫംഗ്ഷൻ. അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് ഓവർറൈഡ് ചെയ്യണം ആ ഫംഗ്ഷൻ. ദെൻ ആ ഫംഗ്ഷന്റെ ഉള്ളിലാണ് വാട്ട് ടു ബി ഡൺ എന്നുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇത് പാസ് ചെയ്യുന്നതാണ് മൈ റെസ്പോൺസ്. ആദ്യം നമ്മളുടെ ഫംഗ്ഷന്റെ ഒരു ആക്ടിവിറ്റിയുടെ ഒരു ഓബ്ജക്റ്റ് എടുത്തു. ദെൻ മെനു ഐറ്റം ഡോട്ട് സെറ്റ് ഓൺ മെനു ഐറ്റം ക്ലിക്ക് ലിസണർ ഓഫ് മൈ റെസ്പോൺസ്. ആ ആക്ടിവിറ്റിയിലോട്ടാണ് നമ്മളുടെ ഇത് പാസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെ പാസ് ചെയ്യാം. അപ്പോൾ ഇതാണ് മെനു ഐറ്റം ത്രൂ ലിസണേഴ്സ്. നെക്സ്റ്റ് യൂസിങ് ആൻ ഇൻറ്റൻറ്റ് ടു റെസ്പോണ്ട് ടു മെനു ഐറ്റം. ഇപ്പോൾ നോർമലി ഇപ്പം നമ്മൾ ആ ഒരു ഫംഗ്ഷൻ ആദ്യം കൊടുത്തിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഓൺ ഓപ്ഷൻ ഐറ്റം സെലക്ടഡ്. ഓൺ ഓപ്ഷൻ ഐറ്റം സെലക്ടഡ് വെച്ച് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇൻ്റർഫേസും കൊടുക്കാം, ലിസണേഴ്സ് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലാത്ത കേസിൽ എ മെനു ഐറ്റം ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ആൻ ഇൻറ്റൻറ്റ് ബൈ യൂസിങ് മെനു ഐറ്റംസ് മെത്തേഡ് സെറ്റ് ഇൻറ്റൻറ്റ് ഓഫ് ഇൻറ്റൻറ്റ്. അപ്പോൾ മെനു ഐറ്റത്തിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട് സെറ്റ് ഇൻറ്റൻറ്റ്. അപ്പോൾ മെനു ഐറ്റത്തിൻ്റെ ഓബ്ജക്റ്റ് മെനു ഐറ്റം ഡോട്ട് സെറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞ് ഇൻറ്റൻറ്റ് നമുക്ക് പാസ് ചെയ്യാം. അപ്പോൾ ബൈ ഡിഫോൾട്ട് എ മെനു ഐറ്റം ഹാസ് നോ ഇൻറ്റൻറ്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഓക്കെ, but when an intent is associated with a menu item and nothing else handles the menu item, then the default behavior is to invoke the intent using start activity of intent. ഇതാണ് അതിൻ്റെ സിഗ്നേച്ചർ കേട്ടോ. പബ്ലിക് അബ്സ്ട്രാക്ട് മെനു ഐറ്റം സെറ്റ് ഇൻറ്റൻറ്റ്. അപ്പോൾ നമ്മളൊരു മെനു ഐറ്റം ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്ട് ടു ബി ഡൺ എന്നുള്ളത് ഓൺ ഓപ്ഷൻ ഐറ്റം സെലക്ടറിലോ ലിസൺ ഇൻ്റർഫേസിലാണ് കൊടുക്കുക. സപ്പോസ് നമുക്കത് ഇൻറ്റൻറ്റ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇൻറ്റൻറ്റ് ഒന്നും അസോസിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കൊരു ഇൻറ്റൻറ്റ് അസോസിയേറ്റ് ചെയ്യിക്കാൻ നമ്മൾ അതുപോലെ വേറൊരു ഓൺ ഓപ്ഷൻ ഐറ്റം സെലക്ടഡോ അങ്ങനെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നത്തിങ് എൽസ് ഹാൻഡിൽസ് ദ മെനു ഐറ്റം. ദെൻ ഡിഫോൾട്ട് ബിഹേവിയർ എന്ന് പറയുന്നത് ഇൻറ്റൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ട് ആക്ടിവിറ്റി ഓഫ് ഇൻറ്റൻറ്റ് വെച്ച് കോൾ ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു മെനു ഐറ്റം ഐ ഡി എല്ലാം എടുക്കാം. അവർക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ഇൻറ്റൻറ്റ് കോൾ ചെയ്യാന്നുള്ളതിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 3 മെത്തേഡാണ് റെസ്പോണ്ട് ടു മെനു ഐറ്റത്തിൽ. ഫസ്റ്റ് വൺ യൂസിങ് ഓൺ ഓപ്ഷൻ ഐറ്റം സെലക്ടറിലെ, ദെൻ സെക്കൻഡ് വൺ വരുന്നത് ലിസണർ ഇൻ്റർഫേസ് ആണ്, ആൻഡ് തേർഡ് വൺ ഇസ് യൂസിങ് ഇൻറ്റൻറ്റ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ്, ഐക്കൺ മെനു. നോർമലി നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ എക്സാമ്പിൾ കാണിച്ച മെനു ജസ്റ്റ് ഫയൽ സേവ് അങ്ങനെ എഴുതിയിട്ടേ ഉള്ളൂ. ദെൻ അതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് ഒരു പിക്ചർ വരണം. ഇപ്പോൾ നമ്മൾ ബട്ടണൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, അതിൻ്റെ കൂടെ ഒരു പിക്ചർ വരണം. അങ്ങനെ ഒരു പിക്ചർ വരണമെങ്കിൽ മെനു ഐക്കൺസ് ആർ ഗ്രാഫിക്കൽ എലമെന്റ്സ് പ്ലേസ്ഡ് ഇൻ ഓപ്ഷൻസ് മെനു. അപ്പോൾ നോർമലി നമ്മൾ എക്സാമ്പിൾ മെനുവിൽ ഒരു ഐറ്റം ഇങ്ങനെയല്ല ആഡ് ചെയ്യുന്നത്. ഐറ്റം ആൻഡ്രോയിഡ് ഐ ഡി, ഒരു ഐ ഡി ഉണ്ടാവും, ആൻഡ്രോയിഡ് ടൈറ്റിൽ ഉണ്ടാവും അല്ലേ. അതിൻ്റെ കൂടെ നമുക്ക് ഐക്കൺ എന്നുള്ളൊരു ടാഗ് വെച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഐക്കൺ ഇസ് ഈക്വൽ ടു ഡ്രോവബിൾ സ്ലാഷ് ഡ്രോവബിളിൽ നമ്മളൊരു ഐക്കൺ കൊണ്ടിട്ടാൽ മതി, അവിടെ നിന്ന് എടുക്കാൻ പറ്റും, ഐക്കൺ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നോക്കാനുള്ളത്. ഈ ഒരു ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളൂ, ആൻഡ്രോയിഡ് ഐക്കൺ പറഞ്ഞ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഐക്കൺ ആഡ് ചെയ്ത് കിട്ടും. അടുത്തത് സബ് മെനു നമുക്കറിയാം അല്ലേ. അതായത് ഇപ്പോൾ ഒരു മെനു ആണ് റൂട്ട് ടാഗ് ഉണ്ടാവുക. മെനുവിനകത്ത് നമ്മൾ ഐറ്റം അങ്ങനെയാണ് ഓരോ എലമെന്റ് ആഡ് ചെയ്യുന്നത്. ആൻഡ് ആ ഐറ്റത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വീണ്ടും ഒരു മെനു തുടങ്ങാം, ഒരു സബ് മെനു ഉണ്ടാക്കാൻ പറ്റും. എ സബ് മെനു ക്യാൻ ബി ആഡഡ് ടു ആൻ ഐറ്റം ഇൻ എനി മെനു ബൈ ആഡിങ് മെനു എലമെന്റ് ആസ് എ ചൈൽഡ് ഓഫ് ആൻ ഐറ്റം. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെ അല്ലേ. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ഈ സെയിം എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ മെനുവിൻ്റെ വർക്ക് ചെയ്ത് കാണിച്ചപ്പോഴും കണ്ടത്. അപ്പോൾ ഒരു മെനു എന്നുള്ളൊരു ടാഗ് ഉണ്ട്, തന്നെ ഇവിടെ XML നെയിം സ്പേസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഐറ്റം, ഒരു ഐറ്റത്തിൽ ഐ ഡി ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ആ ഐറ്റത്തിൽ ഉള്ളിൽ തന്നെ, അതായത് ആ ഐറ്റം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഒരു മെനു സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ മെനുവിൻ്റെ ഉള്ളിലാണ് വീണ്ടും 2 ഐറ്റം വെച്ചിട്ടുള്ളത്. ഐറ്റം ക്രിയേറ്റ് ന്യൂ, ഓപ്പൺ, അങ്ങനെ 2 ഐറ്റം വെച്ചിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്തു. ദെൻ ആ മെനു കണ്ടില്ല, ആ മെനു ക്ലോസ് ചെയ്തു, അതിൻ്റെ കൂടെ ഐറ്റം ക്ലോസ് ചെയ്തു, മെനു ക്ലോസ്, പഴയ മെനു അതായത് പാരന്റ് മെനു ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് സബ് മെനു. അതായത് സബ് മെനു ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റൂട്ട് ടാഗ് മെനു ആണ്, മെനുവിൻ്റെ ഉള്ളിൽ ഐറ്റം വെച്ചിട്ടാണ് ഓരോ എലമെന്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം നമ്മളൊരു ഐറ്റം ആയിട്ട് തന്നെ ഐറ്റം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മെനു സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഈ ലൂപ്പൊക്കെ നെസ്റ്റഡ് ഒക്കെ ചെയ്യില്ലേ, അതേ കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ഡൈനാമിക് മെനു. ഡൈനാമിക് മെനുവിൻ്റെ കൺസെപ്റ്റ് പറയുമ്പോൾ നമ്മളിതിന് മുന്നേ കണ്ടതെല്ലാം സ്റ്റാറ്റിക് മെനു ആണെന്ന് പറയണം. സ്റ്റാറ്റിക് മെനു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, അത് കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം കേട്ടോ. ആദ്യം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അത് കണ്ടിട്ട് ഇത് വീഡിയോ ഇത് കണ്ടിന്യൂവേഷൻ ആണ്.
അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓപ്ഷൻ മെനു കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പോട്ടെ നമ്മളിപ്പോൾ നോർമലി ഇപ്പോൾ ഒരു വാട്സപ്പാണ്. വാട്സപ്പിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ഒരു 3 ഡോട്ട്സ് ഉണ്ടല്ലോ. ആ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മെനു വരും അല്ലേ. സെറ്റിങ്സ്, വാട്സപ്പ് വെബ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടൊരു മെനു വരാറില്ലേ. അപ്പോൾ ആ മെനു എടുത്തു കഴിഞ്ഞാലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്തുള്ള എല്ലാ എലമെന്റ്സും നമുക്ക് കാണാം അല്ലേ. സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലിസ്റ്റ് ഓൾ ഐറ്റംസ് വിസിബിൾ. ഓക്കെ. A static menu will have all its items visible all the time without need to click the menu to display the items inside. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യൊന്നും വേണ്ട ഇൻസൈഡ് ഐറ്റംസ് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് നമ്മളെ കഴിഞ്ഞ എക്സാമ്പിൾ ചെയ്തത് ഒരു ഫയൽ എന്ന് പറഞ്ഞ മെനു ആയിരുന്നു. നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ മാത്രമേ കാണുന്നുള്ളൂ. അതായത് നേരെ മെനു കാണുന്നില്ല, ഫയലാണ് കാണുന്നത് ആദ്യം. അത് നമ്മൾ സബ് മെനു വെച്ചിട്ട് ചെയ്തതാണ് അത് കേട്ടോ. അപ്പോൾ ഇനി സ്റ്റാറ്റിക് മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it will set all items visible all the time without need to click the menu to display the items inside it. അതിനിപ്പോൾ ഇതൊന്നും അല്ലാതെ നമ്മളുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ തന്നെ എടുക്കാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ടിട്ടില്ലേ, സോഴ്സ്, കോഡ്, റിസോഴ്സസ്, വാല്യൂ, അങ്ങനെ എല്ലാം കാണാറുണ്ടല്ലോ. എല്ലാത്തിനും സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ കാണാറുണ്ടല്ലേ. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് എക്സ്പാൻഡ് ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ അതെല്ലാം കുറച്ച് സ്പേസ് മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ അത് നമ്മളുടെ സ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല. സ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എലമെന്റ്സിനെയും ഒരേ സമയം വിസിബിൾ ആക്കുക എന്നുള്ളതാണ്. ഡൈനാമിക് മെനു ഓൺ ദ അതർ ഹാൻഡ് വിൽ ഡിസ്പ്ലേ ഇറ്റ്സ് ഐറ്റംസ് ഓൺലി വെൻ ഇറ്റ്സ് ക്ലിക്ഡ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഡൈനാമിക് മെനു ആണ്. ഇറ്റ് വിൽ ഡിസ്പ്ലേ ഇറ്റ്സ് ഐറ്റംസ് ഓൺലി വെൻ ഇറ്റ്സ് ക്ലിക്ഡ്. ഡൈനാമിക് മെനൂസ് പ്രിസർവ് സ്ക്രീൻ ഏരിയ മച്ച് മോർ ദാൻ സ്റ്റാറ്റിക് മെനു. അത് നമുക്കറിയാലോ അല്ലേ. ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 3 ഫയലിൽ നമുക്ക് വേണമെങ്കിൽ അത് കൊള്ളിക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇറ്റ്സ് പ്രിസർവ് സ്ക്രീൻ ഏരിയ. നെക്സ്റ്റ് ടു ക്രിയേറ്റ്, ഇനി ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് മെനു ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ മെനു ആണെങ്കിൽ ഓൺ ഓപ്ഷൻസ് ക്രിയേറ്റ് ഓൺ ക്രിയേറ്റ് ഓപ്ഷൻ മെനു എന്നുള്ള മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഓൺ ക്രിയേറ്റ് ആക്ഷൻ മെനുവിൽ ഓപ്ഷൻസ് മെനു, ഓൺ ക്രിയേറ്റ് ഓപ്ഷൻ മെനുവിൽ നമുക്ക് ആഡ് ഫംഗ്ഷൻ വെച്ചിട്ട് മെനു ഐറ്റംസ് ആഡ് ചെയ്യാം, പ്രോഗ്രാമാറ്റിക്കലി ആഡ് ചെയ്യാം. അതെല്ലാം XML ഫയൽ വെച്ചിട്ട് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടായാലും ആഡ് ചെയ്യാം. അപ്പം അതൊക്കെ നമുക്ക് അറിയാമല്ലേ. അപ്പോൾ ഇനി അത് കൂടാതെ അതിപ്പോൾ ഓൺ ക്രിയേറ്റ് ഓപ്ഷൻ മെനു കൂടാതെ ഒരു മെത്തേഡും കൂടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇഫ് യു ആർ യൂസിങ് ഡൈനാമിക് മെനു, സ്റ്റാറ്റിക് മെനു ആണെച്ചാൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇഫ് യു ആർ യൂസിങ് ഡൈനാമിക് മെനു യൂസ് ദിസ് ഫംഗ്ഷൻ. ഓൺ പ്രിപ്പയർ ഓപ്ഷൻസ് മെനു എന്നുള്ളൊരു ഫംഗ്ഷനും കൂടി ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓൺ പ്രിപ്പയർ ഓപ്ഷൻസ് മെനു ഐറ്റം പാസ് ചെയ്യാം. It's used to prepare the standard options menu and is called every time a menu is invoked for efficiently enable disable items or update the menu items at runtime. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് വിസിബിൾ ആക്കാനും ഇൻവിസിബിൾ ആക്കാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഓൺ പ്രിപ്പയർ ഓപ്ഷൻസ്. എവറി ടൈം എ മെനു ഇസ് കോൾഡ്, ഈ ഓൺ പ്രിപ്പയർ ഓപ്ഷൻ മെനു വീണ്ടും ഇൻവോക്ക് ചെയ്യും, എന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക് മെനു യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ആൻഡ് ആൻഡ്രോയിഡ് വേർഷൻ 3 തൊട്ട് മേലെയുള്ളവർ ഈ ഓൺ പ്രിപ്പയർ ഓപ്ഷൻ മെനുവിന് മുന്നേ ഈ ഒരു ഫംഗ്ഷനോട് കോൾ ചെയ്യണം. ഇൻവാലിഡേറ്റ് ഓപ്ഷൻ മെനു എന്നുള്ള മെത്തേഡും കൂടിയും കോൾ ചെയ്യണം. ആൻഡ് ദിസ് മെനു വിൽ ഇൻ ടേൺ ഇൻവോക്സ് ഓൺ പ്രിപ്പയർ ഓപ്ഷൻ മെനു. ഓക്കെ. ഓൺ പ്രിപ്പയർ ഓപ്ഷൻ മെനു മാത്രം പോരാ, അതിന് കൂടെ മുന്നിലായിട്ട് ഇൻവാലിഡേറ്റ് ഓപ്ഷൻ മെനു എന്നുള്ള ഫംഗ്ഷനും കൂടി വേണം. ആൻഡ്രോയിഡ് 3ന്റെ വേർഷൻ മേലേക്ക് തൊട്ടിട്ട് ഇങ്ങനെ ഒരു ഫീച്ചറും കൂടി ആഡ് ആയിട്ടുണ്ട് കേട്ടോ. To update the menu item at runtime, you must call invalidate option menu, which in turn invokes on prepare options menu. സോ ഡൈനാമിക് മെനു എന്നുള്ള കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. സ്റ്റാറ്റിക് മെനു വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ എലമെന്റ്സും അറ്റ് ദ സെയിം ടൈം വിസിബിൾ ആയിരിക്കും. ഡൈനാമിക് മെനു എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇറ്റ് വിൽ ഡിസ്പ്ലേ ഇറ്റ്സ് ഐറ്റംസ് ഓൺലി വെൻ ഇറ്റ് ഇസ് ക്ലിക്ക്ഡ്. ഓക്കെ. അതുകൊണ്ട് തന്നെ സ്ക്രീൻ ഏരിയ പ്രിസർവ് ചെയ്യാനും. ദെൻ ടു ക്രിയേറ്റ് ഡൈനാമിക് മെനു നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഓൺ പ്രിപ്പയർ ഓപ്ഷൻസ് മെനു എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഓവർറൈഡ് ചെയ്യേണ്ടി വരും. ഓൺ പ്രിപ്പയർ ഓപ്ഷൻസ് മെനു. ഓക്കെ. സോ അതാണ് ഡൈനാമിക് മെനു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടോപ്പിക്ക്. ഒരു കുട്ടി ടോപ്പിക്കായിരുന്നു, കാരണം പാർട്ട് 1ൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.